കാണാതെ പഠിച്ചിട്ടാണല്ലേ ഇങ്ങനെ ചേട്ടന് തോന്നി ഞാൻ കാണാതെ പഠിച്ചിട്ടാണ് വന്നേന്ന്? തോന്നി. സിനിമ എന്നുള്ള മലയാളം ഭാഷയിൽ മാത്രം ഒതുങ്ങിക്കൂടാ. അതുപോലെ ഈ അതായത് പക്ഷെ എനിക്ക് വിഷമമായി പോയി. നമസ്കാരം. റീലോഡിലെ ഒരു പുതിയ അതിഥിയെ നമുക്കിന്ന് പരിചയപ്പെടാം. പുതിയതൊന്നും അല്ല, വളരെയധികം മലയാളികൾക്ക് പരിചയമുള്ള ഒരു മുഖം അല്ലേ? ജിബിൻ, സ്വാഗതം, വെൽക്കം. താങ്ക് യു. എന്താണ് പുതിയ സിനിമാ വിശേഷങ്ങൾ, ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ? നമുക്ക് അവിടെ നിന്ന് പഴയ വിശേഷങ്ങൾ. റിലീസിന് നല്ല കുറച്ച് സിനിമകൾ ഇറങ്ങാൻ റെഡിയായിരിക്കുകയാണ്. മമ്മൂട്ടി സാറിനോടൊപ്പം ഉണ്ട്, പിന്നെ ദിലീപേട്ടനോടൊപ്പം ഉണ്ട്, പിന്നെ നമ്മുടെ പ്രണവിനോടൊപ്പം ഉണ്ട്. അങ്ങനെ കുറച്ച് സിനിമകളുണ്ട്. ഒരു നല്ല വെബ് സീരീസ് വരാനുണ്ട്. ഇതൊക്കെ തന്നെയാണ് നല്ല വിശേഷങ്ങൾ. എന്തായാലും നമ്മൾ അവസാനം കാണുന്നത് ആ ഫോൺ പേയുടെ ഒരു പരസ്യം ഇറങ്ങിയ സമയത്ത് റീലോഡിൽ ഇതുപോലത്തെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് നമ്മൾ ഒരു 2 വർഷത്തിന് ശേഷം വീണ്ടും കാണുന്നത്. ഈ അത് തൊട്ട് ഇതുവരെ ഈ പറഞ്ഞതുപോലെ വലിയ ഒരു മാറ്റവും ഉണ്ടായിരുന്നു സിനിമയിൽ, ഇല്ലേ? കാര്യം സിനിമകൾ ഈ കോവിഡിന് ശേഷം വന്ന സിനിമകൾ, OTT റിലീസായി വരുന്ന ചിത്രങ്ങൾ, ഇതിലൊക്കെ കണ്ട് മറഞ്ഞ് എല്ലാവർക്കും ഇപ്പോ അറിയാം. അറിയാം. അപ്പൊ അതുകൊണ്ടൊരു പ്രത്യേക ഒരു പരിചയപ്പെടുത്തലിന്റെ ഒന്നും ആവശ്യമില്ല. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതലായിട്ട് വന്ന വാഴ എന്ന് പറഞ്ഞ സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയമായിരുന്നു. അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു ഇതിന്റെ ഒരു മൊത്തത്തിൽ ഇതെന്ന് പറയുമ്പോൾ എങ്ങനെയുണ്ട്? നല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രത്യേകിച്ചൊരു എയിമൊന്നും ഇല്ലാതെ സിനിമ എന്നുള്ള ഒറ്റ ചിന്തയിൽ വേറെ ഒന്നും ചിന്തിക്കാതെ ഇതിനെ മാത്രമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. സ്വാഭാവികമായിട്ടും ആ ഒരു യാത്രയിൽ കിട്ടിയ ഒരു ബോണസ് ആയിരുന്നു ഫോൺ പേ എന്നുള്ള പരസ്യം. അപ്പോൾ അത് പാൻ ഇന്ത്യൻ ഒരു ആഡായിരുന്നു. അത് നല്ല രീതിയിൽ റീച്ചായി. മലയാളികൾക്ക് മാത്രമല്ല, അന്യഭാഷകളിലേക്കും നല്ല രീതിയിലേക്ക് എത്തപ്പെട്ട ഒരു പരസ്യമായിരുന്നു. അതും അമ്മാതിരിയുള്ള ആക്ടേഴ്സായിരുന്നു, പാൻ ഇന്ത്യൻ ആക്ടേഴ്സ്. ദുൽഖർ സൽമാനും സാമന്തയുമായിരുന്നു. അതൊരു മറക്കാനാകാത്ത അനുഭവമായിരുന്നു. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെട്ടത്. അതില് ദുൽഖറിനും സൽമാനും ഒക്കെ ആക്ഷൻസ് ഉണ്ടായിരുന്നെങ്കിലും അവസാനമുള്ള ഒരു ചിരിയുണ്ട്, അല്ലേ? അതുകൊണ്ട് എൻഡ് ചെയ്യുന്ന ഒരു ചിരി, അതാണ് അതിന്റെ ഒരു ടേണിംഗ് പോയിന്റ്, പരസ്യത്തിന്റെ ഒരു ഹൈലൈറ്റ്. അപ്പൊ ആ ഒരു സീനിന് കിട്ടിയ ഒരു ശ്രദ്ധയാണ്, അല്ലേ? അതാണ് തോന്നുന്നു. തീർച്ചയായിട്ടും അതാ ഡയറക്ടറുടെ ഒരു ഇതായിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞൊറ്റ കാര്യം, നല്ലൊരു ചിരി ചിരിക്കണം, എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന അവരെ കളിയാക്കുന്നതായിട്ടാവാൻ പാടില്ല. അതൊരു പോലീസുകാരനാണ്, പുള്ളിക്കൊരു സന്തോഷം കൊണ്ട് എന്നാൽ ഒരാളിനെ കിട്ടിയിട്ടുണ്ട്, അവർക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കണം. അതിലൊരു രസകരമായ ഒരു ചിരി, കാണുന്നവന് ആ ചിരി ഒരു വൃത്തികെട്ട ചിരിയായിട്ട് മാറാതിരുന്നാൽ മതി എന്നുള്ളതിൽ നമുക്കൊന്ന് ട്രയൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്ത ഫസ്റ്റ് ചിരി തന്നെ പുള്ളി നമ്മളടിച്ച് ഫ്ലാറ്റാക്കി. പുള്ളി പറഞ്ഞു, ഇത് മതി, ഇതാണ് സാധനം, ഇതങ്ങ് ചെയ്തു. കാര്യം ആ ചിരി കഴിഞ്ഞിട്ട് അത് പുള്ളി നമ്മൾ മോണിറ്ററിൽ കണ്ട് പുള്ളി അങ്ങ് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കോൺഫിഡൻ്റ് ആയി, സെറ്റാണ്. അപ്പം എന്തായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വലിയ ചേഞ്ചസ് ആണ് വന്നു തുടങ്ങിയിട്ടുള്ളത്. ഇപ്പൊ പോകുന്നത് ഈ ന്യൂ ജെനിന്റെ പാതയിലാണ്. അതുകൊണ്ട് തന്നെ ജനറേഷനിലുള്ള ഒരാളെ ബാക്കിയുള്ള ചോദ്യങ്ങൾ ചേട്ടാ, ഇപ്പൊ ഞാൻ പറഞ്ഞ എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. അപ്പം ഒരുപാട് എന്താണ് നമ്മുടെ സാധാരണക്കാരിൽ നിന്ന് ഒരു നടനായിട്ട് വന്നൊരു ആളാണ് ചേട്ടൻ. അപ്പൊ ഇപ്പം മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ മലയാളികൾ ഇങ്ങനെ നമ്മളിൽ ഒരാളായിട്ട് കണ്ട് ചേട്ടനെ സ്വീകരിച്ചു തുടങ്ങിയെന്നല്ല, അങ്ങനെ ആയിട്ടുണ്ട് ഇപ്പം. അപ്പൊ എനിക്ക് ചോദിക്കാൻ, ഫസ്റ്റ് ഇങ്ങനെ ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം, കാക്കിക്കുള്ളിലെ കലാകാരൻ ഇപ്പം 2 വ്യത്യസ്ത സ്ട്രീമിൽ നിന്നാണ് ചേട്ടൻ വരുന്നത്. കലയും കൊലയും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്ന പോലെ നമ്മുടെ ചേട്ടൻ്റെ പോലീസ് ആ ഒരു ഉദ്യോഗവും അതുപോലെ സിനിമാ രംഗത്തോട്ട് വന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്? നമുക്ക് ഇപ്പം മലയാളികൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്. ചേട്ടൻ എനിക്ക് സിനിമയിൽ തന്നെ വേണം, സിനിമാ രംഗത്ത് ഞാൻ വരുമെന്ന് ഉറച്ച മനസ്സോടെ വന്ന ഒരാളാണ്. പക്ഷെ രണ്ട് വ്യത്യസ്ത സ്ട്രീമാണ്, ഒരു ബന്ധമില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ഒരു തുടക്കം എങ്ങനെയായിരുന്നു? ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ട് അതൊന്ന് പറയാമോ? അത് വേറൊന്നുമില്ല, കാക്കിക്കുള്ളിലെ കലാകാരൻ എന്ന ഒരു ലേബല് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഞാൻ കലയെ ആഗ്രഹിച്ച്, മീൻസ് സിനിമയെ ആഗ്രഹിച്ച് നടക്കുന്നതിന് ഇടയ്ക്ക് കിട്ടിയ ജോലിയാണ് കാക്കി ഇട്ടുകൊണ്ടുള്ള പോലീസ് ഉദ്യോഗം. എൻ്റെ കലയിൽ നിന്നും എനിക്ക് ഈ പറഞ്ഞതുപോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വകുപ്പൊന്നും ഒരിക്കലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. എൻ്റെ ഈ കാക്കി തന്നെയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ ജീവിതത്തിൽ കരുതുന്നത്. കാര്യം മനുഷ്യൻ ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജോലി അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികം വേണം എന്നുള്ളത് അത്യാവശ്യമാണ്. ഈ ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു മാർഗമായിട്ട് എനിക്കുണ്ടായിരുന്നത് എൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയായിരുന്നു. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ജിബിൻ
ഒരു ശരാശരി മലയാളിയെ പോലെ പണ്ട് കാലങ്ങളിൽ ക്ലാസ് കട്ട് ചെയ്ത് സിനിമാ സെറ്റുകളിൽ ഷൂട്ടിംഗ് കാണാൻ അവിടെ നിന്ന് ചാൻസസ് ചോദിച്ചു വന്നൊരു വ്യക്തിയാണ്. നിന്ന് എങ്ങനെയെങ്കിലും ഇതിനകത്ത് കയറി പറ്റണമെന്ന് ഒരു നൂറുകണക്കിന് ആളുകൾ ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ അത് ആ സാറിന് ചോദിച്ചതിന്റെ തുടർച്ചയായിട്ട് ചോദിക്കുകയാണെങ്കിൽ ആ പോയിന്റിലേക്ക് എത്തിയത് ജിബിന്റെ കഠിനാധ്വാനമാണെന്ന് കരുതുന്നുണ്ടോ, ഭാഗ്യമാണെന്ന് കരുതുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തോ ഒരു ഫാക്ടർ അതിന് പിന്നിലുണ്ടെന്ന് കരുതുന്നുണ്ടോ? ഇപ്പൊ ലാലേട്ടനൊക്കെ പറയുമ്പോൾ മോനെ ഇതൊരു മെക് ബിലീഫ് ആണെന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഈ പറഞ്ഞ മൂന്നും ഉണ്ട്. ഞാൻ നന്നായിട്ട് അധ്വാനിച്ചു എന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ പറഞ്ഞ ഭാഗ്യവും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിലൊക്കെ വിശ്വസിക്കുന്ന ആളും തന്നെയാണ്. ഭാഗ്യം എന്നുള്ളത് വലിയൊരു ഘടകമാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഫോൺ പേ എന്ന് പറയുന്ന പരസ്യം എന്ന് പറയുന്നത്, അതൊക്കെ ഈ ഞാൻ അധ്വാനിച്ചതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ കരുതുന്ന ഒരാളാണ്. അപ്പം ഇതെല്ലാം കൂടെ ചേർന്നിട്ട് തന്നെയാണ് നമ്മൾ സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്ന് പോകുന്നത്. അല്ല, ഇപ്പം ഞാൻ എത്രയോ കഴിവുള്ള ആൾക്കാരുണ്ട്, പക്ഷെ ഇവിടെ വന്ന് എത്തിപ്പെടാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് ചിലർക്ക് പെട്ടെന്ന് കിട്ടും, ചിലർക്ക് ഒത്തിരി താമസിച്ചിട്ടായിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ കിട്ടാതെ പോയി ഇതിലൊന്ന് എത്തിപ്പെടാൻ പറ്റാതെ പോയ നല്ല മിടുക്കുള്ള ആൾക്കാരുണ്ടാവാം. കണ്ടിട്ടില്ലേ, പഴയ നമ്മുടെ ഒരു കാലഘട്ടത്തിലെ മദ്രാസായിരുന്നു, മീൻസ് ചെന്നൈയാണ് സിനിമയുടെ, മീൻസ് എല്ലാം കളഞ്ഞിട്ട് ചെന്നൈയിൽ പോയി സിനിമാക്കാരനാവാൻ ശ്രമിച്ച ഒത്തിരി ആൾക്കാരുണ്ട്. പലരും എത്തിപ്പെട്ടിട്ടില്ല. അല്ല, അവിടെയാണ് ജിബിനെ ഇപ്പോഴത്തെ ഒരു കാലത്തിന്റെ ഒരു പ്രസക്തി. കാര്യം പണ്ട് ഇതുപോലെ ശരാശരി സിനിമാ മോഹവുമായി നടക്കുന്ന ഒരു തന്നെ ഒരു കള്ളവണ്ടി കയറി കോടമ്പക്കത്ത് പോകണം, നടനാവണം. ഇന്ന് കയ്യിലും മൊബൈലോ മാത്രം മതി അവന്റെ കഴിവ് പുറത്തു കൊണ്ടുവരുന്നത്. ബാക്കി ഈ പറയും പോലെ ഭാഗ്യവും മറ്റുള്ള കുറെ ഫാക്ടേഴ്സുമാണ് അയാളെ കൈപിടിച്ച് കയറ്റുന്നത്. തീർച്ചയായിട്ടും. നമുക്കറിയാലോ, ഇന്നിപ്പോൾ മലയാള സിനിമയിലുള്ള ഈ പുതിയ തലമുറയിലെ നടന്മാർ അല്ലെങ്കിൽ നടിമാരെന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഒരു മൊബൈലിൻ്റെ മാത്രം ബലത്തിൽ കയറി വന്നിട്ടുള്ള ഒത്തിരി വലിയ വലിയ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ ഇപ്പോൾ തന്നെ, അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം ഒരു ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു റീല് ചെയ്താൽ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിച്ച് അത് റീച്ച് ആയി കഴിഞ്ഞാൽ എല്ലാ സിനിമാക്കാരുടെ കയ്യിലും ഫോണുണ്ട്. അവരൊക്കെ ഇത് കാണുന്നുണ്ട്. പുള്ളി കൊള്ളാമല്ലോ, നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, രസമുണ്ടല്ലോ, നല്ല ടൈമിംഗ് ഉണ്ടല്ലോ, ഇതൊക്കെ തന്നെയല്ലേ എല്ലാ സിനിമാക്കാരും നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരു നമുക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസും ഉണ്ട്. നമ്മൾ അത്യാവശ്യം ചെയ്യും എന്നുണ്ടെങ്കിൽ നമ്മളെ പിന്തള്ളാത്ത അല്ലെങ്കിൽ നമ്മളെ സ്വീകരിക്കാത്തൊരു ഏരിയ അല്ല സിനിമ. സിനിമയിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് എത്താൻ പറ്റും. സിനിമ എന്ന് പറയുന്നത് നമ്മളെ സ്വീകരിക്കും. അതൊരു ആ ഒരു മാജിക്കിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ തന്നെയാണ് എനിക്ക് കണ്ടിട്ടുള്ള എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരിലെയും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം അത് തന്നെയാണ്. പോലീസ് ആ ഒരു സ്ട്രീമിൽ ഇതിലോട്ട് വന്നപ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുമോ? അല്ല, അഭിനയം ഇഷ്ടപ്പെട്ടിട്ടാണ് വന്നതെങ്കിൽ പോലും രണ്ട് രീതിയിൽ നിൽക്കുന്നതല്ലേ. അപ്പം തുടക്കം ജൂനിയർ ഞാൻ കേട്ടിട്ടുണ്ട്, ചേട്ടൻ പല ഇൻ്റർവ്യൂസിലും പറയുന്നത് കേട്ടിട്ടുണ്ട്. പല നാട്ടിലൊക്കെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവിടെ പോയി ചാൻസ് ചോദിച്ച് അങ്ങനെ വന്നൊരാളാണ്. അപ്പം തുടക്കത്തിൽ വന്നപ്പം സീനിയർ ആർട്ടിസ്റ്റിനൊക്കെ എന്തെങ്കിലും മോശമായിട്ടൊന്നല്ല, എന്നാലും നമുക്ക് നമ്മുടെ ഒരു കഴിവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കയറി പോകാൻ പറ്റും. എന്നാലും തുടക്കത്തിൽ വന്നപ്പോൾ എന്തെങ്കിലും ചേട്ടൻ ഓക്കെ അല്ലാതായിട്ട് ആ ഒരു സ്ട്രീമിൽ തോന്നിയിട്ടുണ്ടോ? അല്ല, അതാണ് ആ പറഞ്ഞതിലുള്ള അതിലെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. തുടക്കം എന്നുള്ളൊരു സാധനം ഇല്ലായിരുന്നു. ഇതിപ്പോൾ എല്ലാം കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ ഒരു 33 കൊല്ലത്തോളം ആയി ഏകദേശം. കാര്യം അന്ന് മുതൽ നമ്മൾ ഇതിൻ്റെ പുറകെ നടക്കുകയല്ലേ. നമ്മൾ ആദ്യമായിട്ടൊരു ഓഡിഷന് പോയൊരു ഇതാണ് ഞാൻ പറയുന്നത്, ഈ ഒരു കണക്ക് പറഞ്ഞത്. സിനിമയിൽ ഈ കാലഘട്ടത്തിനോ കണക്കിനോ ഒന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ സിനിമയിലേക്ക് എത്തിച്ചേരാം. ഈ നേരത്തെ പറഞ്ഞതുപോലെയാണ്, വളരെ ലേറ്റായിട്ട് എത്തിച്ചേരാം. ഇതൊക്കെ ഒരു അങ്ങനെ കടന്നങ്ങ് പോവും. നമുക്ക് ഇപ്പോൾ പോലീസുകാരനായിപ്പോയി എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ രണ്ടും കൂടെ എനിക്ക് പറ്റൂല. ഞാൻ പറഞ്ഞത് അതാണ് പറഞ്ഞത്, സിനിമാക്കാരനാവാൻ നടക്കുമ്പോൾ കിട്ടിയ ജോലിയാണ് എനിക്ക് പോലീസിങ് എന്ന് പറയുന്നത്. മുന്നോട്ട് പോകാൻ സഹായിച്ചൊരു എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് പോലീസ് എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ഇതേ എന്ന് പറഞ്ഞ് നടക്കുന്ന എനിക്ക് തീർച്ചയായിട്ടും സിനിമയിലേക്ക് നല്ല വേഷങ്ങൾ വരുമ്പോഴത്തേക്കും ഒരു വ്യത്യാസം അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ മോശം അനുഭവം അങ്ങനെയൊന്നുമില്ല. സിനിമയിൽ അങ്ങനെ മോശം അനുഭവത്തിൻ്റെ ഒന്നും ഇല്ല. നമുക്ക് അനുഭവങ്ങളാണല്ലോ, അതിൽ നല്ലതെന്നോ മോശമെന്നോ നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പബ്ലിസിറ്റി എന്നോ പോസിറ്റീവ് ആയിട്ടുള്ള പബ്ലിസിറ്റി എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ്. പബ്ലിസിറ്റിയാണ്. സിനിമ എന്ന് പറഞ്ഞാൽ സിനിമയാണ്. അതിപ്പോൾ നമുക്ക് എടുക്കുന്ന പോലെ ഇരിക്കും, ഒരു സംഭവത്തിനെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന പോലെ ഇരിക്കും. ഞാനിത് ഭയങ്കര എന്നെ ഇത് ഹേർട്ട് ചെയ്തു എന്നും പറഞ്ഞ് നമ്മൾ എടുത്തു കഴിഞ്ഞ് നമ്മളത് ഓഫായി കഴിഞ്ഞാൽ അത് നെഗറ്റീവാണ്. ഇതല്ലെങ്കിൽ തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഞാൻ മൈൻഡേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു വിഷയമുള്ള കേസല്ല. അതുകൊണ്ട് ഞാനങ്ങനെ ഇതൊക്കെ നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ ഇപ്പം സുഖമായിട്ട് പോകാൻ പറ്റുന്ന സ്ഥലം ഉണ്ടാവും, വളരെ ബുദ്ധിമുട്ടി പോകാൻ പറ്റുന്നൊരു സ്ഥലം ഉണ്ടാവും. ഒരു യാത്രയിൽ അങ്ങനെയല്ലേ സ്വാഭാവികമായിട്ടും. ഇതൊരു യാത്രയാണ്, ഇതൊക്കെ നമ്മൾ സ്വീകരിക്കണം, എല്ലാം സ്വീകരിക്കണം. അത് മാത്രമല്ല ഈ സ്പൂൺ ഫീഡ് അല്ലെങ്കിൽ നമുക്ക് ഒരു ഈസി വാക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കതിൻ്റെ ഒരു ഫീൽ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി വലിയ പാടായിരിക്കും. പക്ഷെ ഇതെല്ലാം അനുഭവിച്ച് വരുമ്പോഴത്തേക്ക് അതിനൊരു
പ്രത്യേക ഒരു പേര് കൊടുത്ത് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ഒരു യാത്രയിൽ എല്ലാം ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഇപ്പോ സിനിമയ്ക്ക് വേണ്ടി ദീർഘാവധിയിലാണ് അല്ലേ? അതെ. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ദീർഘാവധി എടുത്ത് പോകും. അപ്പം ഈ ദീർഘാവധിയിലേക്ക് വരുമ്പോ അത് എങ്ങനെ സ്വന്തം തീരുമാനമായിരുന്നു ദീർഘാവധി നിന്ന, അതോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആവശ്യപ്പെട്ടോ കുറച്ച് ദിവസം നിങ്ങൾ അതിൽ പോകുന്നു? ഇല്ല, എൻ്റെ മാത്രം ഒരു തീരുമാനം തന്നെ. അത് എനിക്കൊരു കോൺഫിഡൻസ് ആയി, എനിക്ക് സിനിമ ചെയ്യാൻ പറ്റും, എനിക്ക് നല്ല വേഷങ്ങൾ ഇവിടെ ഞാൻ ശ്രമിച്ചാൽ, മീൻസ് ഇപ്പം ശ്രമിക്കുന്നതിൻ്റെയും ഒരു കുറച്ചുകൂടെ ഒരു എല്ലാവരിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയപ്പോൾ ഞാൻ ലോങ് ലീവ് എടുത്താണ്. ആരോട് ചോദിച്ചില്ല, എൻ്റെ വീട്ടിൽ പോലും ഞാനിത് പറഞ്ഞിട്ടില്ല. ലീവായി വീട്ടിൽ ഒരാഴ്ചയായിട്ട് വീട്ടിലൊരു പണിയിലായിരിക്കും കണ്ടപ്പോഴാണ് ചോദിച്ചത്, എന്താണ് പരിപാടി, എന്താണ് ജോലിക്കൊന്നും പോകില്ലെന്ന് ചോദിച്ചപ്പോഴാണ് വീട്ടുകാർ പോലും അറിയുന്നത് ഞാൻ ലോങ് ലീവിലാണെന്നുള്ളത്. ഒന്നും പറഞ്ഞില്ല എന്നെ അങ്ങനെ. വീട്ടിലെ അച്ഛനോ അമ്മയോ എൻ്റെ വൈഫോ ആരും ഒന്നും അതെന്താണ് ആയിരിക്കാം കാര്യം. ഡിപ്പാർട്ട്മെന്റ് ചിലപ്പം അങ്ങനെ കരുതിയിട്ടുണ്ടാണ്, ഇവനെ കൊണ്ട് കേരള പോലീസിന് പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടം ഉണ്ടാവും വഴിയുണ്ടോ. അതെ, അതും ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്തേക്കുന്ന ജോലി എനിക്ക് അതായിരിക്കണം. അപ്പോഴായിരിക്കും തോന്നിയിട്ടുള്ളത് ഇവൻ അവിടെ പോയാലും ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും എന്നൊക്കെ ധാരണ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർക്കും ഉണ്ടായിരിക്കാം കേട്ടോ. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, മീൻസ് ഞാൻ ഒരു മോശം പോലീസുകാരനൊന്നും ആയിരുന്നില്ല കേട്ടോ. അത്യാവശ്യം ജോലിയൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പിടിച്ചു പോകാൻ പറ്റുന്ന ഒരു ഒറിജിനൽ, അതായത് പോലീസ് ആ ഒരു ഇതില് കള്ളനെ പിടിച്ചിട്ടില്ലെങ്കിലും ആദ്യമായിട്ട് കള്ളനെ പിടിക്കുന്ന സിനിമ രംഗത്ത് വന്ന് അഭിനയത്തിലാണെന്ന് ഞാനൊരു കാര്യം ഒറ്റയ്ക്കൊരു കള്ളനെ പിടിച്ച കാര്യമാണ് ഞാനന്ന് പറഞ്ഞത്. അല്ലാതെ ഞാൻ കള്ളനെ പിടിച്ചിട്ടില്ല എന്നല്ല. പല കേസുകളുടെ ഭാഗമായിട്ട്, പല വലിയ വലിയ കേസുകളുടെ ഭാഗമായിട്ട് ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. കുറേ അങ്ങനെ പോലീസിൻ്റെ ആയിട്ടുള്ള നല്ല നല്ല അനുഭവങ്ങൾ, മീൻസ് ഒരു നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റലായിട്ടുള്ള കുറേ നല്ല എക്സ്പീരിയൻസ് ഉള്ള, അത് നമുക്കിപ്പോൾ ഒരു സിനിമയാക്കാൻ പറ്റുന്ന പല സംഭവങ്ങളിലും ഭാഗമായിട്ടുള്ളൊരു പോലീസുകാരനാണ് ഞാൻ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് എൻ്റെ വണ്ടിയിൽ നിന്നൊരു മോഷണം നടക്കുന്ന സമയത്ത് വളരെ യാദൃച്ഛികമായിട്ടാണെങ്കിൽ അവിടെ എത്തിപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഒരു കള്ളനെ പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു കഥകളുണ്ട്, അത് കഴിഞ്ഞ ആ സംഭവം കഴിഞ്ഞ് ജീവൻ ആദ്യം വിളിക്കുന്നത് എന്നെയാണ്. അതെ അതെ അതെ, ഇങ്ങനൊരു കള്ളനെ കിട്ടിയിട്ടുണ്ട്, പെട്ടെന്ന് ന്യൂസ് കൊടുത്തു അതിന്റെ ആദ്യത്തെ വിഷ്വൽ വാർത്ത എനിക്കാണ് അയച്ചത്. അതെ അതെ, അങ്ങനെയല്ല, ഈ സംഭവം എനിക്ക് തോന്നുന്നു വൈഫ് കണ്ട് വിളിച്ച് പറഞ്ഞപ്പോഴാണ്, എന്നെ സനജ് വിളിച്ചപ്പോഴാണ് വന്നത് ഞാൻ വിഷ്വൽ അയച്ചു തരാം. അങ്ങനെയാണ്, അല്ലാതെ ഞാനല്ല അങ്ങോട്ട് വിളിച്ചിട്ട് ന്യൂസ് ആക്കാൻ പറഞ്ഞത്. ചേട്ടൻ സ്കൂൾ കോളേജിൽ സമയത്തൊക്കെ ഇങ്ങനെ എല്ലാ പരിപാടിയിലും ഒക്കെ കയറി ജില്ലിനെ നിന്നിരുന്ന ഒരു വ്യക്തിയാണോ? അല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകത്തിനും അങ്ങനെ കുറച്ച് ഈ സ്റ്റേജ് എനിക്ക് ഇഷ്ടമായിരുന്നു. പറ്റുന്നിടത്തൊക്കെ ഞാൻ കയറിയിട്ടുമുണ്ട്. പക്ഷേ കോളേജിലൊക്കെ വന്നിട്ട് വളരെ കുറച്ച് ഞാൻ പിന്നെ നാടക പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഞാൻ നാടകം ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് ട്രിവാൻഡ്രം സിറ്റിയിൽ നടക്കുന്ന ഷൂട്ട് എവിടെയാണ്, അവിടെ പോകണം, അവിടെ ചെന്ന് ജൂനിയർ ആക്ടറായിട്ട് പോകണം എന്നാഗ്രഹിച്ച് പോയിട്ടുള്ള ആളാണ് ഞാൻ. അല്ലാതെ എനിക്ക് നാടകത്തിൻ്റെ ബേസ് എന്ന് പറയാൻ അധികം ഇല്ല. ഞാൻ തുടങ്ങിയ സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ കോഴിക്കോട് ഗവൺമെൻറ് UPSലാണ് ഞാൻ പഠിച്ചതൊക്കെ. എൻ്റെ പഠനം തുടങ്ങുന്നത് അവിടെയാണ്. ആ സമയത്ത് വെഞ്ഞാറമൂട് രംഗപ്രഭ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഉണ്ട്, വളരെ നല്ലൊരു കുട്ടികളുടെ ഒരു നാടകവേദിയാണ് രംഗപ്രഭ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ കൊച്ചുനാരായണ പിള്ള സാർ എന്ന് പറയുന്നതാണ് നമ്മുടെ ആദ്യത്തെ ആശാൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് നമ്മളെ ആദ്യമായിട്ട് കുറച്ച് യൂത്ത് ഫെസ്റ്റിവൽ പരിപാടികൾക്കൊക്കെ ആയിട്ടൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഒരു നാടക കളരി തുടക്കം ഇടുന്നത് ഞാൻ കോഴിക്കോട് സ്കൂളിൽ വെച്ചിട്ടാണ്. അതൊക്കെയാണ് എൻ്റെ. അത് മുതിർന്നതിന് ശേഷം എനിക്ക് അങ്ങനെ സ്റ്റേജ് പരിപാടിയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം പഠിച്ച സ്കൂളിൽ അല്ലെങ്കിൽ പഠിച്ച കോളേജിലൊക്കെ ഗസ്റ്റ് ആയിട്ടൊക്കെ പോവേണ്ട, അപ്പോഴ് എന്താ തോന്നുന്നത്? നമുക്ക് എന്തൊരു പ്രൗഡ് ഒരു സംഭവം വരും, എന്നാലും അവിടെ പഠിച്ചിറങ്ങി ഇപ്പൊ ഒരു ആക്ടറായി. സാന്ദ്രയ്ക്ക് എന്ത് തോന്നുന്നു? എനിക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടി അല്ല, നല്ലൊരു ആങ്കർ, ഒരു അവാർഡൊക്കെ കിട്ടി പോയി കഴിഞ്ഞാൽ എങ്ങനെയാ തോന്നുന്നു? എന്തായിരിക്കും ആ ഒരു മൊമെന്റിൽ എന്തായിരിക്കും ഫീല്? കരച്ചിൽ വരും. എന്റെ സ്വഭാവം അനുസരിച്ച് എനിക്ക് സങ്കടം വരും. ആണല്ലേ, സങ്കടം സന്തോഷത്തിന്റെ ആയിട്ടുള്ള സങ്കടമല്ലേ, ആ കണ്ണീരല്ലേ സന്തോഷത്തിന്റെ, അത് തന്നെയാണ് സെയിം ഫീൽ തന്നെയാണ്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് പറയാനുണ്ടോ, നമ്മുടെ നാട് നമ്മളെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ നാടിന്റെ ആ ഒരു സ്നേഹം നമുക്ക് ഫീൽ ചെയ്യുന്നു. തീർച്ചയായിട്ടും അതെ 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 പഠിച്ച സ്കൂളിലേക്ക് ഞാൻ പോയി. അതെ അതെ, കൃത്യമായിട്ട് അതെ. അന്ന് പഠിച്ചിരുന്ന എനിക്ക് ഈ അടുത്ത് വലിയൊരു ഭാഗ്യം കിട്ടി. കാര്യം അന്ന് മീൻസ് 90കളിലാണ് അന്ന് എന്നെ പഠിപ്പിച്ചിരുന്ന ടീച്ചേഴ്സ്, ഹെഡ് മാസ്റ്റർമാരൊക്കെ അന്ന് ഇപ്പോൾ ഒരു ഗുരുപൂജ എന്നും പറഞ്ഞിട്ടൊരു പരിപാടിക്കായിട്ട് അന്ന് എന്നെ
അമ്മാതിരി നമ്മളെ സ്നേഹിച്ച് നമ്മളെ പഠിപ്പിച്ച ആ ടീച്ചേഴ്സൊക്കെ അന്നൊക്കെ വളരെ ചെറിയ ടീച്ചർമാരാണ് അന്ന് ഞങ്ങൾ കാണുന്നത്. ഇന്ന് അവരുടെ ആ പ്രായത്തിൽ ഇന്ന് അവർ നമ്മളെ ആ സ്നേഹം കൊണ്ട് ചേർത്ത് പിടിച്ചപ്പോൾ കിട്ടിയൊരു വേറൊരു ഫീലായിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് പറയുന്നതിനപ്പുറമാണ് ആ ഒരു സ്നേഹമൊക്കെ. അത് പറയുകയാണ്, എടാ നിൻ്റെ സിനിമകളൊക്കെ കാണുന്നുണ്ട്, ടി വിയിൽ കാണുന്നുണ്ട്, തിയേറ്ററിൽ കാണുന്നുണ്ട്, ഭയങ്കര സന്തോഷം മോനെ എന്ന് പറഞ്ഞ് ചേർത്ത് നമ്മളെ പിടിക്കുമ്പോൾ അത് പറയുന്നതിനപ്പുറമുള്ളൊരു ഫീലാണ് അതൊക്കെ. ഇതിനെ ഇപ്പൊ ഈ സിനിമാ നടൻ ആയത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും ഒരു ബോധ്യമായി. എങ്ങനെയാണ് പോലീസുകാരനായത്? എന്തുകൊണ്ട് ഈ ജോലി തിരഞ്ഞെടുത്തു? തല്ലിപ്പൊഴിപ്പിച്ചാക്കിയതാണോ പോലീസ്? വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി നിന്ന് കൊടുക്കേണ്ട ഇല്ല, സാഹചര്യം? അങ്ങനെ എൻ്റെ വീട്ടുകാർ ഒരു കാര്യത്തിൽ നിർബന്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ പോകുന്നതിൻ്റെ മെയിൻ കാരണം എൻ്റെ അച്ഛനും അമ്മയാണ്. തുറന്നു പറയാം, അവർ ഒരു കാര്യത്തിലും നിർബന്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എവിടെയും എനിക്കൊരു ഒന്നിനും ആഗ്രഹം എന്ത് പറയുന്നു, അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞായിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ വീട്ടുകാരോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എന്താണെന്ന് പോലും ചോദിക്കാതെ, ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ ഒരു ഓഡീഷന് പോകുമ്പോൾ എൻ്റെ വീട്ടുകാർക്ക് അറിയില്ല ഓഡീഷൻ എന്താണെന്ന്. ബാലതാരത്തെ ആവശ്യമുണ്ടെന്നുള്ള പത്രത്തിലെ പരസ്യം കണ്ടിട്ട് എന്നെ അവിടേക്ക് കൊണ്ടുപോകുന്നത്, അച്ഛൻ എന്നെ കൊണ്ടുപോകുന്നു ചോദിക്കുമ്പോഴത്തേക്കും അമ്മയും അച്ഛനും പറയണു മോനെ അന്ന് പോവാൻ. അല്ല, എനിക്കിഷ്ടമായിരുന്നു, പക്ഷെ അവർക്കിത് അറിയില്ല. അത് സാധാരണക്കാരാ, അവർ ഭയങ്കര വിദ്യാഭ്യാസം ഉള്ളവരോ അല്ലെങ്കിൽ ഇത് എൻ്റെ പാഷനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് കൂടെ നിൽക്കണവരോ ഒന്നുമല്ല. എൻ്റെ മോൻ്റെ ആഗ്രഹം പറഞ്ഞു, അത് ഞങ്ങൾ കൂടെ നിൽക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതിയുള്ള അച്ഛനും അമ്മയാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് അതെന്തായാലും എന്തോ ബാലതാരത്തെ ആവശ്യമുണ്ട്, അവർ ശരി പോവാം, നിനക്ക് ആഗ്രഹമുള്ളല്ലേ പോവാം, ഇത്രയേ ഉള്ളൂ. അത് കിട്ടുകയോ കിട്ടാതിരിക്കുക അതൊന്നും അവരുടെ കൺസേൺ അല്ല. അപ്പോൾ എൻ്റെ ആഗ്രഹത്തിന് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരാണ്. എനിക്കൊരു സാധനം വേണം, ഓക്കെ ശരി മക്കളെ ശരി. കാര്യം അതിനെപ്പറ്റി അമ്മാതിരി ഗ്രാഹ്യമുള്ള വീട്ടുകാരൊന്നും അല്ല, വളരെ പാവങ്ങളായിട്ടുള്ള വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരു അച്ഛനും അമ്മയായിരുന്നു. ചേട്ടനിപ്പം ഞാനിപ്പോൾ ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാൻ ജിബിൻ ചേട്ടൻ ഇന്റർവ്യൂ ചെയ്യാൻ പോകണമെന്നൊക്കെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പോഴും ഇപ്പം അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ എന്താണ് പേര് പറയുന്നതിനെക്കാട്ടിലും ചേട്ടൻ്റെ ക്യാരക്ടേഴ്സാണ് ആൾക്കാർ എന്താ പറയാ മനസ്സിലായില്ലേ? അതായത് ഉത്തമ മനസ്സിലായി അല്ല ഈ എന്താ കൂട്ടുകാർ പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചത് അതായത് ചേട്ടന്റെ പേര് അല്ല ചേട്ടന്റെ പേര് പറയുന്നതിനെക്കാട്ടിലും ചേട്ടന്റെ സിനിമയിൽ ഈ ക്യാരക്ടറാണ് എന്ന് പറയുമ്പോഴാണ് ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പം ഈ 2018 ചേട്ടൻ ഇങ്ങനെ കിടന്ന് അലറുന്നൊരു സീനില്ലേ, അത് ഭയങ്കര ഇമ്പാക്ട് തന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ചേട്ടൻ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയത് അത് ആ ഷൂട്ട് നടക്കുമ്പോൾ ഫസ്റ്റ് ഡേ അത് ഞാൻ ചെയ്യേണ്ടിരുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നില്ല ആ പടത്തിൽ. ആ ക്യാരക്ടർ ആ വ്യക്തി ആയിരുന്നില്ല ആ സീനിൽ വരേണ്ടിയിരുന്നത്. അത് ഒന്ന് രണ്ട് സാങ്കേതിക പ്രശ്നങ്ങളാൽ അത് ആ വേഷം എന്നിലേക്ക് ഈ ഒരു സീൻ ഉൾപ്പെടെ എന്നിലേക്ക് വന്നു ചേർന്നതാണ്. അപ്പോൾ അത് അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് ആദ്യം ഒന്ന് ഞെട്ടി, ഇത് ഞാനിതെങ്ങനെ ചെയ്യും. കാര്യം ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല. ഞാൻ ആ സ്പോട്ടിൽ എത്തുമ്പോഴാണ് എന്നോട് ജോഡ് സാറ് പറയുന്നത്, പിന്നെ ജിംജിറ ഇതിങ്ങനെയാണ് കേട്ടോ, നമുക്കത് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു ഇത് കാര്യം ഓരോ ഷോട്ടും പുള്ളിയോടെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് അത് പിക്സ് കണ്ടായിരുന്നോ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ കൊള്ളാമല്ലോ സംഭവം, ആ തലയെ കെട്ടിയിരിക്കുന്ന ആളുടെ ക്യാരക്ടർ. അപ്പം ഞാൻ പറഞ്ഞു അതാരാ ചെയ്യണത്? അത് ജിംചേട്ടൻ ചെയ്യണത്. അപ്പം ഞാൻ നോക്കുമ്പോൾ 10-90 പടം ഉള്ളതിൽ 85 പടത്തിൽ ഇയാളുണ്ട്. ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ഇയാളുടെ ഒരു സാധനമാണല്ലോ. അതെ. അപ്പം ഞാനതെങ്ങനെ എന്താ പറ്റൂലേ? ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ ചോദിച്ചു പറ്റുമോ? പറഞ്ഞ് ജൂഡ് സാർ പറഞ്ഞു എനിക്കറിയാം ജിംചേട്ടൻ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, പിന്നെ എനിക്കെന്താ, പുള്ളി ഒരു ഡയറക്ടർ കോൺഫിഡൻ്റ് ആണെങ്കിൽ ഞാനതിന് കോൺഫിഡൻ്റ് ഇല്ലാതാവണം. എന്നിട്ടത് ചെയ്യുന്നത് അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായത് ഫസ്റ്റ് ഡേ ആ ഷൂട്ട് നടക്കുന്ന ആ ദിവസം രാത്രി ആ ഷൂട്ട് നടക്കുന്നത്. ഇത് ഞാൻ കിടന്ന് അലറുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ വോയിസ് അല്ലെങ്കിൽ അമ്മാതിരി ഹൈപ്പിൽ കൊടുക്കുമ്പോഴാണ് ഈ സാധനം എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഭാവം കിട്ടുള്ളൂ. അത് നമ്മൾ ഫീൽ ചെയ്യണം. എനിക്ക് ഫീൽ ചെയ്താൽ മാത്രമേ എനിക്കത് മുഖത്ത് കൊണ്ടുവരാക്കുള്ളൂ. അപ്പോൾ ആ വിളിക്കുമ്പോഴത്തേക്കും ഞാനിത് കഴിഞ്ഞ് ഫസ്റ്റ് ബ്രേക്ക് വെള്ളിലേക്ക് ഫുഡ് കഴിക്കേണ്ടി രാത്രി പോകുമ്പോൾ യൂണിറ്റിലെ ചേട്ടന്മാർ പറഞ്ഞു വല്ലാത്ത ഫീലായിപ്പോയി ചേട്ടാ നിങ്ങൾ വിളിക്കേണ്ടി കഴിഞ്ഞാൽ നമ്മളെ ചങ്ക് തകർന്നു പോകും എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴാണ് അപ്പോൾ ഇത് ഒക്കെ കിട്ടുന്നുണ്ട്. ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് അവിടെയാണ്. 10 ദിവസം അലറി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സൗണ്ടൊക്കെ അങ്ങ് പോയി. ആ ഒരു ഏകദേശം ഒരു 10-15 മിനിറ്റുള്ള ഒരു സീൻ എടുക്കുന്ന ഏകദേശം ഒരു 10ഓളം ദിവസം വെച്ചിട്ട് അത് എടുക്കുന്നത്. ആ സീനിന്റെ പിന്നിലെ ഡയറക്ടറുടെ ഒരു ബ്രില്യൻസ് ആണോ അതോ ജിം ചേട്ടന്റെ ഇംപ്രൂവൈസേഷൻ ആണോ അതിൽ വർക്ക്ഔട്ട് ആയത്? സംശയം എന്താ, ഡയറക്ടർ ഒരു സാധനം പുള്ളിയുടെ വിഷനാ. പുള്ളി ഓരോ ഷോട്ട് ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. മീൻസ് അതില് ബാക്കി കൊടുക്കാനുള്ള നമ്മളാ. പുള്ളി ഉദ്ദേശിക്കുന്ന ഒരു സാധനത്തിലേക്ക് നമ്മൾ ചെയ്തോളാം. അത് ഭയങ്കര സംഭവമായിരുന്നു. കാര്യം അത് അവര് ഇപ്പൊ അതിന്റെ
ഇപ്പം മറ്റേ ഓസ്കാർ സംഭവത്തിനൊക്കെ ശേഷമാണ് ആ സാധനമൊക്കെ പുറത്ത് വിട്ടത്. അത് കണ്ടു കഴിഞ്ഞാൽ പക്ക ഒരു കടല് തന്നെയല്ലേ. അത് ഭയങ്കര ഒരു വലിയൊരു 1-2 ഏക്കറോളം വലിപ്പത്തിലുള്ള ഭീകര സംഭവമായിരുന്നു കേട്ടോ. അത് കാര്യം ഒരു കണ്ടുള്ള പരിപാടിയായിരുന്നു. അത് ഭയങ്കര പരിപാടിയായിരുന്നു. അതിൽ ഈ പറഞ്ഞ പോലെ 25 മീറ്റർ ഹൈറ്റിൽ ഏകദേശം 16,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന 2 ടാങ്ക് വെച്ചിട്ടാണ് ഈ തിര വന്നിങ്ങനെ കാണിക്കുന്നത്. നമ്മൾ ഈ വെള്ളത്തിൽ ഈ വള്ളത്തിൽ നിൽക്കുന്ന സീനുണ്ടല്ലോ, ഇങ്ങനെ കിടന്ന് അടിക്കുക. ഏകദേശം ഒരു 10ഓളം ബുൾഡോസറുകൾ ഇങ്ങനെ തിര ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം അവർ ഇത് ഓപ്പണാക്കി വിടും. നമ്മളറിയില്ല. ഈ അടുത്ത് ഈ മൂളൽ കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അയ്യോ വെള്ളം എത്തി. വള്ളത്തിൽ നിന്നുകൊണ്ടുള്ള മറ്റേ പ്രകടനങ്ങളാണല്ലോ. ഇത് വന്ന് അടിച്ചിട്ട് എത്രയോ തവണ വീണെന്ന് പറയും. വീണ് കാല് മുറിഞ്ഞ് ഇങ്ങനെ ഒരു 10 ദിവസം ഇങ്ങനെ പോയിരുന്നു. പക്ഷെ ഔട്ട്പുട്ട് വന്നപ്പോ വേറെ ലെവൽ സാധനമായിട്ട് വന്നു. രജിസ്റ്റർ അത് ക്ലോസിൽ കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. അത് പോസ്റ്റേഴ്സിലൊക്കെ ഭയങ്കര നല്ല സാധനമായിരുന്നു. അത് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് അന്ന് തന്നെ സംസാരിച്ചതാണ്. നമുക്ക് കോൺഫിഡൻ്റ് ആവണം അവിടെയാണ്. കാര്യം പോലീസ് സ്റ്റേഷനുകളൊക്കെ വിട്ടിട്ട് ഇങ്ങനൊരു സാധനം, ഒരു കടൽ ജോലിക്കാരൻ ആയിട്ടുള്ളൊരു സാധനമൊക്കെ ആയിട്ട് നമ്മളെ വർക്കൗട്ട് ആക്കാൻ പറ്റും. കേരളം മുഴുവൻ കണക്ട് ചെയ്യുന്ന അതെ, അമ്മാതിരി ഒരു കേരളം മൊത്തം നടന്ന എല്ലാവരെയും ബാധിച്ച ഒരു സംഭവമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കാണിക്കുമ്പോൾ മാക്സിമം റിയലിസ്റ്റിക് ആയിട്ടേ കാണിക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. അപ്പൊ അതെല്ലാരും ഏറ്റെടുത്തു. മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായി. 2018 ശേഷം പിന്നെ വരുന്ന ഒരു വ്യത്യസ്ത വേഷം വാഴയായിരുന്നു അല്ലേ? കാര്യം അന്ന് വരെ നിങ്ങളൊക്കെയാണ് ഇങ്ങനെയുള്ള കോമഡി റോളുകൾ ചെയ്തിരുന്നെങ്കിൽ അതിന്റെയും അടുത്തൊരു ജനറേഷൻ ആ റോളുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ അവരുടെ അച്ഛന്മാരായാലും ഇപ്പൊ അസീസ് ആയാലും നോബി ആയാലും ആ ഒരു ജനറേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ്? അത് ഭയങ്കര കാര്യം. വിപിൻ ദാസ് എന്ന് പറയുന്ന ഒരു അത് ഡയറക്റ്റ് ചെയ്ത ആനന്ദാണ്. അപ്പോൾ എന്നെ കാസ്റ്റ് ചെയ്യുന്നത് വിപിൻ ദാസാണ്. വിപിൻ ദാസണ്ണൻ്റെ കൂടെ ഞാൻ ചെയ്തിട്ടുള്ളത് അന്താക്ഷരി എന്ന് പറഞ്ഞിട്ടുള്ള സൈജു കുറുപ്പ് നായകനായിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ആകെ ചെയ്തിട്ടുള്ളത്. പക്ഷെ പുള്ളിക്ക് എന്നെ അറിയാം. അപ്പം നല്ല കൂട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പം അദ്ദേഹം എന്നെ വിളിച്ചു. ഭയങ്കര സംഭവമൊന്നുമില്ല, പക്ഷെ കുറച്ച് നല്ല മൊമെൻറ്റ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിനൊരു സംഭവമുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള പ്രത്യേകത വെച്ചാൽ ഒരു സിനിമയിൽ തമാശ പുള്ളി വർക്കൗട്ട് അയക്കുന്നത്, പുള്ളി അത് എഴുതിയേക്കുന്നതോ അല്ലെങ്കിൽ ഒരു സീൻ കണ്ടിട്ടോ പുള്ളിക്ക് ചിരി വന്നാൽ അദ്ദേഹം നമുക്ക് ഉറപ്പാണ് അത് പ്രേക്ഷകന് ചിരി വരും. അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ അദ്ദേഹം എടുത്ത് വയ്ക്കുള്ളൂ. അതാണ് പ്രത്യേകത. പുള്ളിക്ക് വരുന്ന ചിരി. അത് അല്ലാത്ത സാധനം അദ്ദേഹം വെട്ടിക്കളയും, വേണ്ട എന്ന് പറയും. അയാളൊരു സാധാ പ്രേക്ഷകനായിട്ട് ആ തിരിച്ചറിവാണ്. എനിക്ക് ചിരി വന്നാലോ നാട്ടുകാർക്ക് ചിരി വരുന്നതായിരിക്കുമല്ലോ എന്നുള്ള തിരിച്ചറിവുണ്ടല്ലോ, അത് മാത്രമേ പുള്ളി വയ്ക്കുകയുള്ളൂ. അത് ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. അത് അദ്ദേഹത്തിന് അറിയാം ഏത് മീറ്റർ വേണം ഇങ്ങനെ. പക്ഷേ ഈ പടത്തിന് കഴിഞ്ഞിട്ട് ഡബ്ബൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, റിലീസിന് 2-3 ദിവസം മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ഇതുവരെ നല്ല വലിയ വലിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു പടമായിരിക്കും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ചേഞ്ച് കൊണ്ടുവരാൻ വരുന്നത്. എപ്പോഴും എനിക്കങ്ങോട്ട് എന്താണ് കാര്യം എന്നൊന്നും മനസ്സിലായില്ലായിരുന്നു. പക്ഷേ അത് സത്യമാണ്. കാര്യം ഇന്നിപ്പോൾ നമ്മളെപ്പോഴും പുതിയ ജനറേഷനിലുള്ള ആൾക്കാർ നമ്മളെ തിരിച്ചറിയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ കൊച്ചുകുട്ടികൾ വരെ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ എന്നെ അറിയണമെന്നില്ല, പക്ഷേ കൊച്ചുപിള്ളേരെ വിളിച്ചിട്ട് പറയും അച്ഛാ വാഴ അങ്കിൾ. അപ്പോൾ ഇപ്പം പിള്ളേർക്കൊക്കെ ഞാൻ വാഴ അങ്കിളാണ്. വാഴ അങ്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും അവരിലൊക്കെ ഇത് എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. കാര്യം പുതിയൊരു തലമുറയെ നമ്മളെ പരിചയപ്പെട്ട് വരിക എന്നുള്ളത് വലിയ കാര്യമാണ്. അത് ഈ വാഴ എന്ന് പറഞ്ഞ സിനിമ എനിക്കത് ഭയങ്കര നല്ല രീതിയിൽ തന്നിട്ടുണ്ട്. അതിന് ഈ പറഞ്ഞ ആനന്ദിനോടും പ്രത്യേകിച്ച് വിപിൻ ദാസ് ചേട്ടനോടും അതിന് നമുക്കിപ്പോൾ എത്ര പറഞ്ഞാലും അത് ഈ പറഞ്ഞ പുതിയ പടം വ്യസന സമേതം എന്ന് പറഞ്ഞാൽ പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട്. ഗംഭീര പടമാണ്. ചേട്ടാ ഈ വാഴ സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിലെന്തായാലും ഒരുപാട് ന്യൂ കമേഴ്സ് ഉണ്ടായിരുന്നല്ലോ. അപ്പം ചേട്ടന് അവരെക്കാട്ടിൽ എന്തായാലും എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം എടാ മക്കളെ എന്തെങ്കിലും ഒരു സീൻ വരുമ്പോൾ എടാ മക്കളെ ഇത് ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും, അങ്ങനത്തെ ടിപ്സ് ഒക്കെ ചേട്ടൻ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു? അല്ല, പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞില്ല, സിനിമ എപ്പോഴും നമ്മൾ ആ സമയത്ത് നമ്മളത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കലും പ്രീ പ്ലാൻ ചെയ്തിട്ട് ഇതങ്ങ് ചെയ്യാന്ന് പറഞ്ഞാൽ, എസ്പെഷ്യലി വാഴ പോലുള്ള സിനിമകളിലൊന്നും നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത് നടക്കുന്ന കാര്യങ്ങളല്ല. ആ മൊമെന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നല്ല സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എടാ ഇങ്ങനെ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചൊരു കൗണ്ടർ അവിടെ പറ്റുമോ എന്നുള്ള സാധനം നമ്മൾ ഡയറക്ടറെയും ഇവരെയും കൂടെ അറിയിച്ചതിന് ശേഷം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവം നടന്നുള്ളൂ. അതിപ്പം അതിനൊരു ആള് പിന്നെ മക്കളെ ഇങ്ങനെ ചെയ്യണം അതൊന്നും വേണ്ട. അപ്പോൾ ഓരോരുത്തരും നല്ലതാണ്. ഇപ്പം അതിൽ ബേസിലൊക്കെ വന്ന് കുറച്ച് നേരെ ഉള്ളെങ്കിലും ഉള്ള സമയമൊക്കെ അടിച്ച് പൊളിച്ച് തകർത്തിട്ടാണ് പോണത്. ബേസിലൊക്കെ ആ പോലീസ് സ്റ്റേഷനിലെ സീനിലൊക്കെ കോമഡി സിനിമകൾ ഒരുപാട് വരുമ്പോഴത്തേക്ക് അതിൽ ഇതിൻ്റെ ഇതുപോലത്തെ ഇന്റർവ്യൂസ് ഒക്കെ വരുമ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ്, ഇത് ഞാൻ ഇട്ട് കൊടുത്തതാണ്, ഇത് സ്ക്രിപ്റ്റിലേ ഇല്ലായിരുന്നു, ഞാൻ അപ്പം ഇട്ടതാണ്. നമ്മൾ കല്യാണരാമൻ പോലത്തെ സിനിമയിലൊക്കെ ഒരുപാട് അങ്ങനത്തെ കൗണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഇതിൽ ചേട്ടൻ്റെ വക എന്തെങ്കിലും
അല്ലെങ്കിൽ അങ്ങനെ പറയാൻ ഇട്ട് കൊടുക്കുക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ നമ്മുടെ ആ സമയത്ത് ഇംപ്രൊവൈസേഷൻ സാധനം ഡയറക്ടർക്ക് വർക്കായാലും അത് കട്ടാണ്. നമ്മൾ എത്ര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഈ പറഞ്ഞിപ്പം ഈ നമ്മൾക്ക് ഞാനാണെങ്കിൽ എനിക്കൊരു സാധനം തോന്നിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാനിങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. കാര്യം ഇതിലെങ്കിലുള്ള എനിക്കൊക്കെ അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറയാൻ, നമ്മൾ റിഹേഴ്സലൊക്കെ ചെയ്ത് വെച്ചിട്ട് പെട്ടെന്നായിരിക്കും നമുക്ക് ടേക്കിൽ ഇങ്ങനെ ഒരു സാധനം കൂടെ പോയ രസമായിരിക്കും എന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പുറത്തേക്കുന്ന ആളിന് പാളിപ്പോകും. ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം രണ്ടുപേരും കൂടെ നന്നായിട്ട്, ഞാൻ മാത്രം നന്നായിട്ട് ചെയ്താൽ മതി ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ സാധനം ഇങ്ങനെ ഹൈയിൽ നിൽക്കും, മറ്റേത് താന്നും പോയി കഴിഞ്ഞാൽ ബാലൻസ് ഇല്ലാതായി ഇപ്പോൾ ആ സീനിൻ്റെ ഭംഗി പോവും എന്ന് ചിന്തിക്കുന്ന ആളാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് അല്ലേ സ്വാഭാവികമായിട്ടും ഒരു കൊടുക്കൽ വാങ്ങലാണ് സിനിമ എന്ന് പറയുന്നത്, ഒരു കോംബോ സീൻസ് എന്നൊക്കെ പറയുന്നത്. രണ്ടുപേരും ഓപ്പോസിറ്റിക്കുന്ന ആൾ എത്രത്തോളം ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ ഇപ്പുറത്തേക്കുന്ന ആളിലും ആ ലെവലിൽ കയറി ചെയ്യാൻ പറ്റും. രണ്ടുപേരും പെർഫോം ചെയ്യുമ്പോഴാണ് ആ സീനൊരു ഭംഗി ഉണ്ടാകുന്നത്. അപ്പം ഒരാൾ ഇപ്പം എൻ്റേതായിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പറയും ഞാൻ ഇങ്ങനെ കൂടെ ചെയ്തോട്ടെ എന്ന് ചോദിക്കും. സ്വാഭാവികമായിട്ട് എനിക്ക് ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നും. ഇപ്പം വർക്കാവുന്നതാണെന്നുണ്ടെങ്കിൽ അത് പറയും, ചെയ്തത് കൊള്ളാം കേട്ടോ എന്ന് പറയും. അതൊക്കെ ഇപ്പം എല്ലാ ഡയറക്ടേഴ്സും സമ്മതിക്കും. എല്ലാ ഡയറക്ടേഴ്സിനും നമ്മുടെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞ് അത് കൊള്ളാം കേട്ടോ. അതെ 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 തീർച്ചയായിട്ടും. ഈ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടല്ലേ? 12th മാനില് ലാലേട്ടനൊപ്പം ഇപ്പം റിലീസ് ആവാൻ പോകുന്ന കളങ്കാവ്, അതിനു മുമ്പ് 1 എന്ന് പറഞ്ഞ സിനിമയില് കോംബോ സീൻസ് ഇല്ല, കണ്ണൂർ സ്ക്വാഡ് ഉണ്ട്. അതെ, കണ്ണൂർ സ്ക്വാഡ്. അപ്പോൾ എങ്ങനെയാണ് ഇവരുമായിട്ടുള്ള ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ്? കാര്യം 2 വലിയ പർവ്വതങ്ങളെന്നാണ് പറയുന്നത് മലയാള സിനിമയിൽ. അപ്പോൾ ഇവരോടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എക്സ്പീരിയൻസ് നമ്മൾ ഇപ്പം ലാലേട്ടനെയും അല്ലെങ്കിൽ മമ്മൂട്ടി സാറിനെയൊക്കെ നമ്മളൊന്ന് അടുത്ത് കാണാൻ കിട്ടിയാൽ അത്രയും പുണ്യം എന്ന് കരുതുന്ന ജനറേഷനാണല്ലേ നമ്മുടെയൊക്കെ. അങ്ങനെ തന്നെയല്ലേ, ഞാൻ അങ്ങനെ കരുതുന്നതാണ്. നമ്മളെ ഈ സിനിമ കണ്ടു തുടങ്ങിയ സമയം തൊട്ട് ഇവരെയൊക്കെ ടി വിയിലും തൊട്ട് കണ്ടു തുടങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ അവരോടൊക്കെ അടുത്ത് നിന്ന് നിൽക്കുക, അല്ലെങ്കിൽ സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു സീൻ അല്ലെങ്കിൽ ഒരു സീനിലെ സ്ക്രീൻ ഷെയർ ചെയ്യുക. അതെ തീർച്ചയായിട്ടും. ലോട്ടറി അല്ല, അതിൻ്റെയൊക്കെ മുകളിലാണ് നമുക്ക് ഒരു അതൊക്കെ മേലെ ഉറപ്പല്ലേ. കളങ്കാവലിലൊക്കെ മമ്മൂട്ടി സാറോട്ടൊക്കെ ഒത്തിരി നമ്മൾ ഇരിക്കാൻ പറ്റുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ സീൻ ഇപ്പം ഞാനും കൂടെ ചേർന്നിട്ടുള്ള സീനുകൾ കണ്ടിട്ട് സാറിന് കൊള്ളാം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാധനം ഉണ്ടല്ലോ, അടുത്ത് നിന്ന് ദൈവമേ എന്താവോ എന്തോ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്തത് പുള്ളിക്ക് മീൻസ് ഇവർക്കൊക്കെ വർക്കാവുന്നു. ഇപ്പം ദിലീപേട്ടനോടൊപ്പം തങ്കമണിയിൽ ത്രൂ ഔട്ട് ഒരു കൂട്ടുകാരൻ്റെ ക്യാരക്ടർ ചെയ്തു. നമ്മളൊക്കെ അത്രയും കണ്ട് ചിരിച്ച് അതെ 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 അതെ. അപ്പോൾ ത്രൂ ഔട്ട് അദ്ദേഹത്തോടൊപ്പം ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. അതൊക്കെ അപ്പം അതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ലോട്ടറിക്ക് മുകളിലൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അവരുമായിട്ടൊക്കെ ഇപ്പോഴും ബന്ധം നിലനിർത്തി പോകുന്നുണ്ട്. പേഴ്സണലി അവരെയൊക്കെ നന്നായിട്ട് അറിയാം. ഇപ്പം ഭയങ്കരമായിട്ട് നന്നായിട്ട് ഒരു റിലേഷൻ ഉണ്ട് എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അതെ 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 തീർച്ചയായിട്ടും. ഭയങ്കര ഈ നേരത്തെ പറഞ്ഞില്ലേ ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ ഇവർക്ക് ഇങ്ങനെ ഒരു ബേസ് ഇല്ലെങ്കിലും സിനിമയിൽ എത്തിപ്പെടേണ്ടവർ തന്നെയാണ്. ഇതിപ്പം ലാൽ സാറിൻ്റെ മോനായതുകൊണ്ട് പ്രണവ് വന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അദ്ദേഹം നല്ലൊരു ആക്ടറാണ്. എനിക്കിപ്പോൾ ലാസ്റ്റ് ചെയ്ത പടത്തിലൊക്കെ എന്ത് രസമായിട്ട് ഭയങ്കര ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു നേരിട്ട് ഇങ്ങനെ നിന്ന്. പ്രണവിനെ കുറിച്ച് എല്ലാവരും പറയുന്നത് ഒരു നടൻ എന്നൊക്കെ ഉള്ളതൊക്കെ ഈ താരാപുത്രൻ എന്നുള്ള പരിവേഷമൊക്കെ മാറ്റി വെക്കാം, പുള്ളി നല്ലൊരു മനുഷ്യനാണെന്ന് പറയാം. അയ്യോ എന്ത് ജെന്യുവിനാണ് ആള്. ഭയങ്കര എന്ത് പറയാൻ. അദ്ദേഹത്തോടൊപ്പം കുറച്ച് ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. ആള് വേറൊരു ലെവലാള്. നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ഇപ്പം ഒരു ഇൻ്റർവ്യൂവിൽ കാണുന്ന പ്രണവ് അങ്ങനെയായിട്ടൊന്നുമല്ല. എനിക്ക് ഭയങ്കര നമുക്കൊരു അത്ര ഒരു ചേട്ടൻ അങ്ങനെയൊക്കെ ഒരു നമുക്ക് ഫീൽ ചെയ്യുന്നൊരു അമ്മാതിരിയാണ് നമ്മളോടൊക്കെ ഉള്ള ഇടപെടുന്നതൊക്കെ. പുള്ളി നല്ലൊരു വ്യക്തിയാണ്. നല്ലൊരു ആ ഒരു എല്ലാവരും പറയില്ല താരപുത്രൻ എന്നൊക്കെ പറയുന്നതിനൊക്കെ അപ്പുറത്തേക്ക് പുള്ളിക്ക് അങ്ങനെയൊന്നുമില്ല. ഒരു ഭയങ്കര കൂട്ടായിട്ടുള്ള എല്ലാവരോടും ജെല്ലായിട്ട് പോകുന്ന ഒച്ചത്തിലൊന്നും സംസാരിക്കാത്തൊരു ഒരു നല്ലൊരു വ്യക്തി. അത്രേ ഉള്ളൂ. അതാണ് പുള്ളിക്ക്. ഒരിക്കലും അങ്ങനെ ഒരു എനിക്ക് ചിരി വരും അതൊക്കെ ആലോചിച്ച് അല്ലെങ്കിൽ പറയുമ്പോഴേക്കേ. പുള്ളിക്ക് എനിക്കൊന്നും ജാടെന്നുള്ളതല്ല, പുള്ളിക്ക് എനിക്ക് എന്ത് പറയാനാണ്. മമ്മൂട്ടിയുടെ മകൻ അങ്ങനെ നമുക്ക് തോന്നിപ്പോ. അല്ല ലാൽ സാറിൻ്റെ മോൻ എന്നുള്ള ഒരു ചിന്തയൊന്നും അദ്ദേഹത്തിന് ഇല്ല. അങ്ങനെയൊന്നും ആ പുള്ളി ചിന്തിക്കുന്നേ ഇല്ല. നമ്മളൊക്കെ അങ്ങനെയൊക്കെ ഒരു ഓവർ ബഹുമാനമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് അത് വർക്കാവുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുള്ളിക്ക് ഭയങ്കര സാധാരണക്കാരനായിടുന്നത്. അത് പുള്ളിക്ക് ഭയങ്കര ഒരു ബേർഡനാണ്. അതൊരു
എന്നാലും എനിക്ക് ഫീൽ ചെയ്ത് അങ്ങനെയാണ്. പുള്ളിക്ക് ഭയങ്കര സാധാരണക്കാരനായിട്ട്. ജിത്തു ജോസഫ് തന്നെ പല ഇന്റർവ്യൂല് പറഞ്ഞത് പുള്ളിയുടെ അസോസിയേറ്റ് ആയിരുന്നു. ഇങ്ങനെയാണോ ഈ മോഹൻലാലിന്റെ മോനെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സെറ്റിൽ കിട്ടുന്ന സ്ഥലത്തുള്ള അയ്യോ, അതൊക്കെ നമ്മൾ ലൈവായിട്ട് ഇപ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പുള്ളിക്ക് അങ്ങനെ ഒരു പ്രത്യേക സ്ഥലം വേണമെന്നോ, ഒരു തെങ്ങിൻ്റെ മുടങ്ങിൽ മീൻസ് ഞാനത് പറയാൻ പാടില്ല, എന്നാലും വളരെ വളരെ കാഷ്വലായിട്ട് ഇപ്പം നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കണല്ലേ, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു സൗകര്യവും വേണ്ട. അദ്ദേഹത്തിന് സാധാരണ നമ്മളൊക്കെ എങ്ങനെ ഇരിക്കുന്നു, എവിടെ ഇരിക്കുന്നു, അത് മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ഭയങ്കര നല്ലൊരു ജെന്യുവൻ പേഴ്സൺ. ചേട്ടൻ ഇങ്ങനെ ഈ സിനിമ ഇപ്പം നല്ല നല്ല ക്യാരക്ടേഴ്സ് കാണുമ്പോൾ ഏതെങ്കിലും സിനിമ കണ്ടിട്ട് ഈ ക്യാരക്ടർ എനിക്ക് ഞാൻ ചെയ്ത കുറച്ചുകൂടെ കൊള്ളായിരിക്കും അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ട്? ഇത് എനിക്ക് കുറച്ചുകൂടെ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ കണക്റ്റായി എനിക്ക് ചെയ്യാനത് ഓക്കെ ആയിരുന്നു, ഞാൻ ചെയ്ത ഒരു പൊടിക്ക് നന്നായി പോയേനെ എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടോ? അത് തോന്നാത്തതിന് കാരണം എന്താണെന്നറിയോ? ഞാൻ ഈ പഴയ സിനിമകളിലേക്ക് ഈ ചെറിയ ക്ലിപ്പിങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്താലോ എന്ന് ചിന്തിക്കും. എന്നിട്ട് ഞാൻ തന്നെ ഇവരൊക്കെ അഭിനയിച്ച് എടുത്ത് വെച്ച് നോക്കിയിട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ട് അയ്യോ എന്ന് എനിക്ക് തന്നെ തോന്നാറുള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു ചിന്തയില്ല, ഒരു സാഹസവും ഇല്ല. അവരൊക്കെ ചെയ്ത് അതിൻ്റെ ഏറ്റവും നല്ലൊരു ലെവലിലാക്കി വെച്ചിട്ടുണ്ട്. വേറൊരാൾ ചെയ്തൊരു സാധനത്തിനോട് എനിക്ക് യാതൊരു ആഗ്രഹമില്ല, എനിക്ക് ഇല്ലില്ല, ഒരു ആഗ്രഹവും. എനിക്ക് കിട്ടുന്ന സാധനം ഞാൻ ചെയ്തോളാം, എനിക്ക് പറ്റുന്ന പോലെ. ഒന്നും കൊണ്ടുവന്നിട്ടില്ല, എനിക്കില്ല. ഇങ്ങനെ എന്താ ബാക്ക് ടു ബാക്ക് സിനിമ കിട്ടിയാൽ മാത്രം മതി, അങ്ങനെ ഒരു റോളും ഞാൻ പ്രത്യേകിച്ച് പോലീസ് വേഷത്തിൽ പോവാൻ ഉദ്ദേശമൊന്നുമില്ല. പോലീസ് വേഷം സിനിമയിൽ ചെയ്യാനാണ് എനിക്ക് അല്ല, അങ്ങനെയല്ല. ഇപ്പം ഞാൻ 5 കൊല്ലത്തേക്ക് ലീവ് എടുത്തത് എനിക്കിവിടെ ഒരു എൻ്റെതായിട്ടൊരു സ്ഥലം വേണമെന്ന് ആഗ്രഹിച്ച്, തുറന്നു പറയാ, ആഗ്രഹിച്ച് തന്നെയാണ് ഞാൻ വന്നേക്കുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഇവിടെയൊക്കെ തന്നെ നിന്ന് പോകാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എനിക്ക് മീൻസ് അത് എനിക്ക് പോലീസ് ജോലിയോടുള്ള വെറുപ്പ് കൊണ്ടൊന്നുമല്ല, പക്ഷെ ഞാൻ പോലീസ് ജോലിയിൽ എത്തുന്നതിന് മുന്നേ ആഗ്രഹിച്ച മേഖലയാണ് സിനിമ. ഞാൻ പറഞ്ഞില്ലേ, അതിനിടയ്ക്ക് കിട്ടിയ കാക്കക്കുപ്പായമാണ്. എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പ്രൊഫഷനാണ് പോലീസ് എന്ന് പറയുന്നത്. അപ്പോൾ പോലീസിലോട്ട് തിരിച്ചു ചെല്ലാൻ പറ്റാത്തത് അല്ലെങ്കിൽ തിരിച്ചു ചെല്ലാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞല്ല ഞാൻ പോകുന്നത്, അതെനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടല്ല. ആ പ്രൊഫഷനെ ഞാൻ അമ്മാതിരി സ്നേഹിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. സിനിമയെ ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങിയതാണ്. എനിക്ക് അതുകൊണ്ട് ഈ സിനിമയിൽ തന്നെ ജീവിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് സിനിമയിൽ തന്നെ നല്ല നല്ല വേഷം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. വന്നിരുന്നു. എനിക്ക് തമിഴിൽ നിന്നൊരു ഭയങ്കര ഒരു ഓഫർ കിട്ടിയായിരുന്നു. പക്ഷെ ആ സംഭവം നടന്നില്ല. അത് നടന്നില്ല എന്ന് വെച്ചാൽ എൻ്റെ ഫുൾ ഒരു 6 മാസത്തെ ഡേറ്റ് ഫുൾ അവരെടുത്തു. നല്ലൊരു റെമ്യൂണറേഷൻ പറഞ്ഞു. അത് എല്ലാം ഒരു വലിയ തമിഴിലെ ഏറ്റവും വലിയൊരു സൂപ്പർ താരം, സൂപ്പർ സംവിധായകൻ ഒക്കെ ആയിരുന്നു പടം. പക്ഷേ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ ഡേറ്റൊക്കെ തന്ന് എൻ്റെ സിനിമ എന്ന് പറയുന്നത് വേറൊന്നുമില്ല, നമ്മുടെ നയൻതാര മാമിൻ്റെ ഹസ്ബൻഡുണ്ട്, വിഘ്നേഷ് ശിവൻ. അപ്പോൾ അദ്ദേഹം ഡയറക്റ്റ് ചെയ്യായിരുന്ന അജിത്ത് മൂവിയിൽ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ഞാനായിരുന്നു പുള്ളിയുടെ റൈറ്റ് ഹാൻഡ് ഒരു ക്യാരക്ടറായിരുന്നു. എൻ്റെ 6 മാസത്തെ ഡേറ്റൊക്കെ അവർ വാങ്ങിച്ചായിരുന്നു. അഡ്വാൻസ് ഇടുന്നത് വരെ എത്തിയതാണ്. അപ്പോൾ ആ പടം ക്യാൻസലായിട്ടാണ് വിടാമുയർച്ചി എന്ന് പറഞ്ഞ പടം പകരം കയറുന്നതാണ്. അതിനും ഒരു ഭയങ്കര ഒരു സസ്പെൻസ് ഉണ്ട്. കാര്യം ഞാനന്ന് തകർന്നുപോയി. അവിടെയാണ് ഞാൻ സിനിമയിലൊരു തകർച്ച എനിക്ക് ആദ്യമായിട്ട് മാനസികമായിട്ടൊക്കെ തകർന്നു പോയൊരു സംഭവം അതായിരുന്നു. അത് ഇത്രയും ലൈക്ക് ചെയ്യുന്ന എനിക്ക് ഫുൾ എല്ലാ കാര്യങ്ങളും എഗ്രിമെൻറ്റും കാര്യം എല്ലാം കഴിഞ്ഞൊരു പടമായിരുന്നു. അതൊരു ഭാഗ്യക്കേടായിരിക്കണം. അതൊരു ആ പടം റിലീസാവുന്നതാണ് ഫെബ്രുവരി 6 വിടാമുയർച്ചി റിലീസ്. കൃത്യം ഫെബ്രുവരി അത് ഞാൻ ഈ കഴിഞ്ഞ വർഷം ഈ 2025 ഫെബ്രുവരി 2025 ഫെബ്രുവരി 5 രാത്രി 11:45 ഈ പറഞ്ഞ രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രണവ് മൂവിയിലെ ക്യാരക്ടർ എനിക്ക് രാത്രി 11:45 വിളിച്ച് പറയുമ്പോഴാണ് പിറ്റേ ദിവസം ഞാൻ ഈ വിടാമുയർച്ചിയുടെ എനിക്ക് രാവിലെ തന്നെ കാണണം. കാര്യം എന്നെ അത്രയും ഫീൽ ചെയ്യിച്ചൊരു പടമാണ് വിടാമുയർച്ചി. അതിന് പകരം കയറിയ പടമാണ്. കൃത്യമായിട്ട് ഇങ്ങനൊരു ഓഫർ വരുന്നത്. കാര്യം അന്നത്തെ ദിവസം വിടാമുയർച്ചി എൻ്റെ തമിഴ് പടം താഴെ പോയപ്പോൾ മീൻസ് എനിക്ക് അന്ന് ആ പടം ക്യാൻസലായപ്പോൾ ഞാൻ തകർന്ന ഒരു തകർച്ചയിൽ എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരെല്ലാം പറഞ്ഞു, എടാ നല്ലൊരു പരിപാടി നിനക്ക് വരും, നീ ഇതിനേക്കാളും നല്ലൊരു പരിപാടി എന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു. പക്ഷെ അതാണ് എനിക്ക് കണക്റ്റായത്. കൃത്യം 6 വിടാമുയർച്ചി ഇറങ്ങുന്നു. ഫെബ്രുവരി 5
എനിക്കിങ്ങനെ ഒരു കോള് വരുന്നു. ഒരു ക്യാരക്ടർ എന്തെന്നുള്ള ഞാൻ റിവീൽ ചെയ്യുന്നില്ല. ഒരു എന്തായാലും ഭ്രമയുഗം പോലൊരു സിനിമ സംവിധാനം ചെയ്ത ഒരു ഡയറക്ടറുടെ പടത്തിലേക്ക് എനിക്കൊരു കോള് വന്നു എന്നുള്ളത് ഈ ഡേറ്റിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്നൊരു സംഭവമായിരുന്നു പുള്ളിയുടെ. എനിക്ക് ഒരു സീനെങ്കിലും ചെയ്യണമെന്ന് വളരെ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. സോ ഒരു റോൾ എനിക്കതിൽ ചെയ്യാൻ പറ്റും. ഡയറക്ഷൻ പ്ലാൻ ഉണ്ടോ? മൂവി ഡയറക്ഷൻ എനിക്ക് പ്ലാൻ ഉണ്ടോന്ന് ആഗ്രഹമുണ്ടോന്ന് ഞാനിപ്പോൾ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് പടം ഭാവിയിൽ അങ്ങനെ എന്തെങ്കിലും എനിക്കറിയില്ല. ഭാവിയെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. എൻ്റെ ഭാവി എനിക്ക് അറിയത്തില്ല. സീരിയസ്ലി പോവുകയാണ്. ഒഴുക്കിനെതിരെ എന്നുള്ളതല്ല, ഞാൻ ഒഴുക്കിനൊപ്പമാണ് പോണത്. ഒഴുക്കിനെതിരെ പോയാൽ ചിലപ്പോൾ ഞാൻ പാളിപ്പോവും. എന്തായാലും ഫാമിലി പറഞ്ഞു നിർത്താം. എനിക്ക് വൈഫിനെ അറിയാം, ഹണി മാധ്യമ പ്രവർത്തകയാണ്, ഇരട്ട കുട്ടികളുടെ അച്ഛനാണ്. എങ്ങനെ പോകുന്നു ഫാമിലി? നന്നായിട്ട് പോകുന്നുണ്ട്. അവരവരുടേതായിട്ടുള്ള ജോലിയിൽ പോകുന്നുണ്ട്. എനിക്ക് പണിയില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ വളരെ നന്നായിട്ട് പുള്ളിക്കാർ നോക്കുന്നുണ്ട്. 2 പിള്ളേർ ഇപ്പോൾ 2ാം ക്ലാസ്സിലായി. ഒരു മോനും മോളുമാണ്. അവർ ഭയങ്കര സന്തോഷമാണ്. കാര്യം അവർ ജനിച്ച സമയം തൊട്ടേ അവർ തിയേറ്ററിൽ തന്നെ കാണുന്നുണ്ട്. അവർ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം സ്കൂളിലൊക്കെ ഞാൻ പിള്ളേരെ കൊണ്ട് രാവിലെ കൊണ്ടില്ലെങ്കിൽ പിള്ളേരൊക്കെ ഈ പറഞ്ഞതുപോലെ വലിയ കാര്യമായിട്ട് വരുമ്പോഴത്തേക്ക് ആ വാഴയെങ്കിലിന് നന്നായിട്ട് തന്നെ അറിയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഹാപ്പിനെസ് അവർക്കും ഉണ്ട്. അഭിനയത്തിന്റെ എന്തെങ്കിലും അവിടെ കണ്ടു തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ അവര് നന്നായിട്ട് കണ്ട് ആസ്വദിക്കുന്ന ആൾക്കാർ മാത്രമാണ്. എനിക്കറിയില്ല അവർ ഈ പറഞ്ഞതുപോലെ അവർ അഭിനയിക്കുമോ എന്നും ഞാൻ നോക്കാനും പോയിട്ടില്ല. ഈ പറഞ്ഞതുപോലെ പക്ഷെ നല്ല നല്ല വേലത്തരങ്ങളൊക്കെ കയ്യിലുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, കൊള്ളാലോ പരിപാടികളെ കൊള്ളാലോ എന്ന്. തമ്മിൽ അവർ രണ്ടുപേരും കൂടെയുള്ള കളികളൊക്കെ കാണുമ്പോഴത്തേക്ക് തോന്നിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ വേറെ ഒന്നും ഞാൻ ഒന്നും ചിന്തിച്ചിട്ടില്ല. നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു കരക്കമ്പി ഞാൻ കേട്ടു. കരക്കമ്പി മാത്രമല്ലേ നമുക്ക് വേണമെങ്കിൽ അല്ല, അത് നമുക്ക് വേറൊരു അവസരത്തിലായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. അതെ, ആവശ്യത്തിനെല്ലാം ചെയ്യും. അതുപോലെ തന്നെയാണ്. അതെ, അത് ആവശ്യത്തിന് മാത്രം. ഇപ്പൊ എനിക്ക് വയ്യാത്തുണ്ടോ സീരിയസ്ലി പാട്ട് പാടാൻ വിളിച്ചാലോ? അല്ല, കുഴപ്പമില്ല. ഇപ്പൊ വേണ്ടാത്തുണ്ടോ സീരിയസ്ലി. വേറെ ഒന്നും വിചാരിക്കരുത്. ഇപ്പൊ നല്ല ഞാൻ പറഞ്ഞില്ലേ, അല്ല വിഷമത്തിന്റെ അല്ല, അത് വിഷമം. ഞാനൊരു ഐസ്ക്രീം വാങ്ങിച്ചു, അത് വിഷമിക്കുന്നത് അല്ലേ? അല്ല, ഇപ്പൊ പാടാൻ പറ്റാത്ത വേറൊന്നുമല്ല. ഞാൻ നന്നായിട്ട് സംസാരിച്ചു. ഇതിന് തൊട്ട് മുമ്പ് വേറൊരു പ്രോഗ്രാമിനും പോയി അവിടെയും ഒരു 1.5 മണിക്കൂർ സംസാരിച്ചു. നമുക്ക് അടുത്ത പരിപാടി പിടിക്കാമേ. റിലീസുകളൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് സംസാരിക്കുമ്പോ അപ്പൊ പറയാം. അതെ, അല്ല വേറെ ഒരിക്കലും വേറൊരു നെഗറ്റീവായിട്ട് എടുക്കരുത്. എനിക്ക് സത്യത്തിൽ വിഷമം. നമുക്ക് അവിടെ കാണാതെ പഠിച്ചിട്ടാണല്ലേ ഇങ്ങനെ. ചേട്ടന് തോന്നി ഞാൻ കാണാതെ പഠിച്ചിട്ടാണ് വന്നേന്ന്? തോന്നി. കാര്യം ഞാൻ കാണാതെ പഠിച്ചിട്ട് ചിലപ്പോ ഇതുപോലെ കിടന്നു തപ്പ് പറ്റുള്ളൂ. അതെ 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 അതെ. കാര്യം കാണാതെ പഠിച്ചിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് മൊബൈൽ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ എവിടെ എത്തി എന്നുള്ള നോക്കുന്നുണ്ട്. പക്ഷെ നല്ല രസമുണ്ട്. നമുക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യം ഇവർക്കുണ്ട്. നമ്മളൊക്കെ ഇന്റർവ്യൂ ഇവരുടെ പ്രായത്തിലൊക്കെ എടുത്തു തുടങ്ങുമ്പോൾ ഒന്നും ആശ്രയിക്കാനില്ല, പഠിക്കാന്നുള്ളതാണ്. ChatGPTയുടെ കാലത്താണ് ഈ നടക്കുന്നത്. നാച്ചുറൽ ആയിരുന്നില്ലേ എന്നൊക്കെ പറയാം. ഇല്ല, നാച്ചുറൽ ആയിരുന്നു. അടുത്ത സിനിമയിൽ എനിക്ക് കിട്ടും. ഓ, സന്തോഷം. വളരെ നല്ലൊരു പരിപാടിയായിരുന്നു.